ഞാൻ വീണ്ടും വന്നേക്കാണ്. അഭിപ്രായ ചാനലിൻ്റെ പേരാണ്. അപ്പോൾ ഇനി ഞാൻ വന്നേക്കുന്നത് ഒരു നിഞ്ചക്കിൻ്റെ വീഡിയോ ആയിട്ടായിരുന്നു. ഇന്നാളെ അയച്ചൊരു വീഡിയോ തന്നെയാണ്. അത് 3 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ആ 3 സ്റ്റെപ്സൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒരു 100 ആക്കാം. സാധാരണ ഞാൻ ഇന്ന് പറയാറില്ല, എന്നാലും ഞാൻ ഇന്ന് പറയാം. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 100 ആണ്. സബ്സ്ക്രൈബർ എത്ര? 20 30 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവാണ്. 100 ലൈക്ക് 30 സബ്സ്ക്രൈബേഴ്സും. ഓക്കെ, ഞാൻ വീഡിയോ ഉള്ള ഇന്നാളത്തെ കണ്ട വീഡിയോയിൽ ഇതല്ലായിരുന്നു ഞാൻ കാട്ടായിരുന്നു. ഇത് 3 സ്റ്റെപ്സ് ആയിരുന്നു ഞാൻ കാട്ടിയത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നത് ഫസ്റ്റ് ഈ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. ഇങ്ങനെ ഈ സ്റ്റെപ്പിൽ ഫസ്റ്റ് എടുക്കുന്നത് ഒരു സൈഡിൽ നമ്മൾ കറക്കി പഠിക്കണം. ഇങ്ങനെ ഫ്ലോ ആയി കഴിയുമ്പോൾ ഇപ്പോഴത്തെ സൈഡിലും ഓപ്പോസിറ്റും കറക്കണം. ഓപ്പോസിറ്റ് അങ്ങനെ കറക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാതെ ഇതിങ്ങനെയാണ്. ഇങ്ങനെ വയ്ക്കുക. ഇതിങ്ങനെ ചുമ്മാ കറക്കിയിട്ടാൽ മതി. അങ്ങനെ ഒരു ഫ്ലോ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ കൈ ഇങ്ങനെ പോകണം, എന്നുവെച്ചാൽ തിരിഞ്ഞിങ്ങനെ പോകണം. കൈ തിരിഞ്ഞ് പോകണം. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല. കാരണം എനിക്ക് സ്കൂളുണ്ടായിരുന്നു, കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ പരമാവധി അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഇടാം. ഇന്ന് മഴയായിട്ട് കളക്ടർ പറഞ്ഞ അവധി ഉണ്ട്. അങ്ങനെ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചു. ഇതൊക്കെയായിരുന്നു ആ സ്റ്റെപ്പിൻ്റെ ഇത്. പിന്നെയാണ് ഞാൻ ഗൈസിന് ഇത് പഠിപ്പിക്കാം. എനിക്ക് പോലും അറിയില്ല. ഇങ്ങനെ കറക്കിയിട്ടുള്ളത് അറിയില്ലല്ലോ. ഇങ്ങനെ കറക്കുക. ഇങ്ങനെയും കറക്കും, പിന്നെ ഇങ്ങനെയും കറക്കും. ഇങ്ങനെ കറക്കി ഇങ്ങനെയും കറക്കും. അത് വേണമെങ്കിൽ ഞാൻ പഠിച്ചു തരാം. പിന്നെ നമ്മൾ എപ്പോഴും ഇഞ്ചക്ക് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇഞ്ചക്കിൻ്റെ ഉണ്ടല്ലോ ഒരു ചെയിൻ വെച്ചാൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ എൻ്റെ കൈയിൻ്റെ കറക്റ്റ് ഇതല്ലേ ചെയിൻ. അപ്പോൾ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെയിനൊക്കെ എടുത്ത് കളയാം. നമ്മുടെ കൈയിൻ്റെ ഇങ്ങനെ വരണം. കൈയിൻ്റെ ഇങ്ങനെ ഇത്ര ഉണ്ടാവണം. ഇങ്ങനെ തൂങ്ങിയെടുക്കാൻ നേരത്ത് അതിൽ കൂടുതലുണ്ടായാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേണ്ടത് ഇത്തിരി പ്രാക്ടീസ് ചെയ്യാൻ. ഇതിന് വേണ്ടത് നമ്മൾ ഇങ്ങനെ പോവുക, ഇങ്ങനെ പോയി പഠിക്കണം. ഇങ്ങനെ പോയി പഠിക്കണം. അപ്പുറത്തേക്ക് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് കയ്യിൽ നിന്ന് വിട്ട് ഈ ചെയിൻ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കറക്കാൻ നോക്കുക. ഇങ്ങനെ ആക്കുക. പക്ഷെ കയ്യിൻ്റെ ഇവിടെ കൂടി ഇങ്ങനെ കറക്കാൻ നോക്കുക. ഈ ചെയിൻ കാട്ടിത്തരാം. അങ്ങനെ കറക്കാൻ നോക്കുക. അതേമാതിരി തന്നെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ആക്കുക. കാരണം ഇവിടെ ഇട്ട് കറക്കുമ്പോൾ ഇത്രയും കൂടി ഗ്രിപ്പ് കിട്ടും. എന്ന് വെച്ചാൽ ഫിംഗറിൻ്റെ ഇവിടെ തന്നെ ഇട്ട് കറക്കണമെന്നില്ല. ഞാനിപ്പോൾ ഫിംഗറിൻ്റെ അവിടെ ഇട്ടാണ് കറക്കാറ്. കാരണം എനിക്ക് നല്ല ഗ്രിപ്പുണ്ട്. സോറി താങ്കളി, ചിലപ്പോൾ ഗ്രിപ്പില്ലായിരുന്നു, അതെനിക്ക് തോന്നായിരുന്നു. ഇനി ഇത് പഠിച്ചു തരാം. ഇതിങ്ങനെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോയാൽ എനിക്ക് താഴെ. കാരണം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഷ്ടം. ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ മുമ്പ് പഠിച്ച ഇതേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതിന് നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ ഇതിന് നല്ല പ്രാക്ടീസ് തന്നെയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യാനുള്ള പോയിട്ട് ഇതിന് നല്ല പ്രാക്ടീസ് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ലൈക്ക് ടാർഗറ്റ് 100 സബ്സ്ക്രൈബേഴ്സിന് ഇത് 30. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ, സി യു, ബൈ.